മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് 5 മുട്ട പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് കത്തി കൊണ്ട് ചെറുതായി വരയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തു. പിന്നെ നമ്മുടെ മുട്ട അതിൽ ചേർത്ത് കൊടുത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് വഴറ്റി. പിന്നെ അതിലേക്ക് 3 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർത്ത് വഴറ്റി കുറച്ചൊന്ന് വാടി വരുമ്പോൾ തക്കാളിയും കൂടെ ചേർത്തു. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് വാടി വരുമ്പോൾ 2 സ്പൂൺ ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒന്ന് പച്ചമണമെല്ലാം മാറിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തു. പിന്നെ അതൊന്ന് തിളപ്പിച്ച് വേവിക്കുക. വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടെ ചേർത്ത് മസാലകളെല്ലാം മുട്ടയ്ക്ക് പൊതിഞ്ഞ് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.